ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. ഇതൊരു 10 മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും കഴിക്കാൻ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുപോലെ ചില്ലി ഫ്ലേക്സ് ആണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ. വറ്റൽമുളക് ചതച്ചെടുത്തിട്ടത് കൈയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ചില്ലി ഫ്ലേക്സ് ആയിട്ട് തന്നെ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 1 ടീസ്പൂണോളം അളവിൽ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഈ മാവ് അത്യാവശ്യം ഈ ഒരു ബാറ്റർ നല്ലൊരു സ്പൈസി ആയിട്ടിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു പലഹാരം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ബാറ്ററിൻ്റെ പാകം നോക്കിയിട്ട് വേണം പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഈ ബാറ്റർ ഒത്തിരി ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലാണ്, ആ ഒരു പാകത്തിലാണ്, കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇതുണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ടയാണ് വേണ്ടത്. ഞാനിവിടെ 3 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് 6 പീസ് സ്നാക്കാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള മുട്ടയുടെ മഞ്ഞ നമ്മൾ എടുത്ത് മാറ്റുവാണ്. അപ്പോൾ എല്ലാത്തിനകത്തുനിന്നും നമുക്ക് മുട്ടയുടെ മഞ്ഞ എടുത്ത് മാറ്റാം. അതിനുശേഷം മുട്ടയുടെ വെള്ള നമ്മൾ ജസ്റ്റ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഓരോ മുട്ടയുടെ വെള്ള എടുത്ത് ഇതുപോലെ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. മൈദയിൽ നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിനകത്തോട്ടേക്ക് ഡിപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ വെള്ള നമ്മൾ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു ഡബിൾ കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മുട്ട ആയതുകൊണ്ട് തന്നെ എണ്ണയിൽ നിന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചേർക്കുന്നത് റസ്ക് പൊടിച്ചതിനകത്തോട്ടേക്കാണ്. ഒന്നുകിൽ റസ്ക് പൊടിച്ചതോ അതല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് പൊടിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സ്നാക്കിൽ എനിക്ക് തോന്നിയത് ബ്രെഡിനേക്കാളും കുറച്ചുകൂടി നല്ലത് റസ്ക് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റസ്ക് പൊടിച്ചത് നന്നായിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കും കേട്ടോ. അതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ, എന്നാലാണ് നല്ല ഒരു ക്രിസ്പി ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ടേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ തൂക്കിക്കൊടുത്തതിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് ഒരു 1-2 മിനിറ്റിൽ തന്നെ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരും. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ ശരിക്കും ഒരു 10 മിനിറ്റ് സമയം മതി. കാരണം നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുക, ജസ്റ്റ് ഇതിനകത്ത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കാൻ അധികം സമയം വേണ്ട. 1-2 മിനിറ്റിൽ തന്നെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കായിട്ട് നമുക്ക് തയ്യാറായി കിട്ടും. ഇനി ഇതിലോട്ടേക്ക് ഒരു ചമ്മന്തി അരച്ചെടുക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചേർക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ചെറിയുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പും വിനാഗിരിയും ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഇനി നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഓരോ പീസായിട്ട് എടുക്കുക. എന്നിട്ട് ചമ്മന്തിയും കൂടി കൂട്ടി ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ സാധാരണ ചമ്മന്തി ഉരുട്ടിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ മുട്ടയുടെ മഞ്ഞ കൂടി വെച്ചിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രിസ്പിയാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ വെള്ളയ്ക്കകത്തോട്ടേക്ക് ഇതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ മുട്ടയുടെ വെള്ളയും ഈ ഒരു ചമ്മന്തിയുടെ കോമ്പിനേഷനും കൂടി ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണെന്ന് തന്നെ പറയാം. ഇത് നമ്മൾ ഇന്ന് തലശ്ശേരിയുടെ ബിരിയാണി ചമ്മന്തിയാണ് ഇതിന് കോംബോ ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.